മാമന് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ത് പറയുന്നത്? നമ്മളെ മാളൂല്ലേ കൊച്ച്, എന്റെ ഭാര്യയുടെ അനിയത്തി, അവളെ പുറപ്പെടുത്തിരിക്കുന്നു ഇവൻ. ചുമ്മാ എന്താ മാമ? തള്ളവരത് കാലറാതി ചിദംബരം മാമനെ പറയുന്നത്. തലയ്ക്ക് വിളി കൊണ്ടടാ, തലയ്ക്ക് വിളി കൊണ്ടടാ. എന്താ കാര്യം? വല്ലയിടത്തുനിന്ന് വന്ന ഇറക്കാനാണ് അവൻ. നിന്റെ ആവേശം ഇനി അവനെ തല്ലി. എടാ ഈ തല്ലും പിടി ഒന്നും ഒരു പരിഹാരമല്ല, അറിയോ? നീ ഇപ്പൊ അവനെ തല്ലി അവന്റെ ആളിനെ അവനെ ഇറക്കും, നിന്നെ തല്ലും. ഞാൻ നോക്കിക്കൂ, ഞാനാണ് അവിടെ എനിക്ക് കിട്ടും, ബാക്കി പിള്ളേരാണ് അവന്മാർക്കും കിട്ടും. തല്ലി കിട്ടുന്നത് പോട്ടെ, നമുക്ക് കൊള്ളാം. പക്ഷേ ഈ വിവരം നമ്മുടെ അവിടെ ബന്ധുക്കൾ വന്നിരിക്കുന്നു. ഇതറിഞ്ഞ് വിഷയമായാൽ പെങ്കൊച്ചിലാണോ നടക്കരുത്, നമ്മുടെ കുടുംബത്തിലാണോ ചീത്തപ്പേര്? അത് തല്ലും പിടിയിലൂടെ ആൾക്കാരെ അറിയിക്കുമല്ലോ വേണ്ടത്, ഒതുക്കി തീർക്കുക. പിള്ളേരാണ്, അത് പക്വതയില്ലാത്ത പ്രായം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒതുക്കുക. അല്ല തല്ലും പിടിയാണോ? ശാന്ത സ്വഭാവം മാറ്റും മാമ. തല്ലും പിടി വെറുതെ ചെറുക്കനെ കയറി തല്ലുക. തല്ലും പിടി ഒന്നിനും ഒരു പരിഹാരമല്ല, സാമത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. മീശ പിരിച്ചാ അറിയാലോ, പിരിപ്പിക്കരുത് കേട്ടോ. എടുത്തിയാട്ടോ ഒന്നിനും ഒരു പരിഹാരമല്ല അവിടെ ഇല്ല. നീ വേടാ, ഞാൻ അവനെ പോലല്ലേ ഞാൻ നീ വാ. അവൻ വല്ലതും ചെയ്യുവോ വല്ലതും ചെയ്തോ നിന്നെ ഞാൻ വരുന്നതിന് മുമ്പ്? ഇല്ല, ഷോൾഡറെ കയറി പിടിച്ചോളൂ. ഇങ്ങനെ കുത്തി പിടിച്ചോ? കുത്തി പിടിച്ചെന്നെ എല്ലാ രോമം ഉണ്ടാന്ന് നോക്ക്. പിന്നെ വീട്ടിൽ ചെന്ന് ഷട്ടൂരും 5 രോമം കുറവ്, പിന്നെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. ഇപ്പൊ പറഞ്ഞ് തീർക്കും. അതാ ഇല്ല കുഴപ്പമില്ല. വേറെ ഒന്നും ചെയ്തൊന്നുമില്ലല്ലോ. ചെയ്തൊന്നുമില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? ഇവനൊക്കെ വെളിവും ബോധമില്ല. നമ്മള് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന പിള്ളേർക്ക് അറിഞ്ഞൂടാ, ബുദ്ധിയും വികാസവും ഇല്ല. അതുകൊണ്ടാണ് കാരണവന്മാർക്ക് ബുദ്ധിയും ഈ പിള്ളേർക്ക് ബുദ്ധിയും ദൈവം തമ്മിലാണ് കൊടുക്കുന്നത്. സമന്വയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. നിന്റെ വീട് എവിടെ? വീട് എവിടെ ചോദിക്കുമ്പോ ബാങ്കിന്റെ പേരാണ് പറയുന്നത്. ഊണ് കഴിയുമ്പോ ഊണ് കഴിയുമ്പോ ഞാൻ ഇവിടെ കോട്ടയത്ത് എവിടെ എന്റെ വീട്? കൊടയംപിടി. പിന്നെ കോട്ടയത്ത് മാത്രമേ ഉള്ളൂ കോടയം പിടി, ബാക്കി എല്ലായിടത്തും കൊടയുടെ കൂടെ പാടി. അതല്ല പറഞ്ഞത്, പിന്നെ സ്ഥലപ്പേരാ പറഞ്ഞത്. കൊടയംപിടി. കൊടയംപിടി അങ്ങനെ സ്ഥലം ഉണ്ടാ? കൊടയംപിടി ഒരു സ്ഥലമുണ്ട്. അത് ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിന്റെ അച്ഛന്റെ പേരെന്താ? രാജു. അമ്മയുടെ പേര് രാധ എന്നാണ്. അതങ്ങനെ മനസ്സിലായി? അത് നിന്റെ മാമന്റെ പേര് പുട്ടാലു എന്നായിരിക്കും. ഞാൻ ഇതൊക്കെ വാങ്ങി അല്ല. പിന്നെ എടാ ഞാൻ ചോദിക്കട്ടെ, നിന്നെ അവനെ അടിക്കാൻ പിടിക്കാൻ വല്ലതും ചെയ്താ? അതാ ചോദിക്കണേ. ഇല്ല അത്രയല്ലേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തെന്നറിയാമോ, അവനിക്ക് എടുത്തിയാട്ട സ്വഭാവം ചെറുക്കൻ. കാരണം അവന്റെ ഭാര്യയുടെ അനിയത്തി കൊച്ചിനെയാണ് ഈ പറഞ്ഞ നീ ഫോട്ടോ ഏതാ. അപ്പൊ അങ്ങനെ വന്ന് ആ കൊച്ചിനൊരു പേരുദോഷം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിനൊരു നാണക്കേട് ഉണ്ടാക്കാനാണ്. എടാ ചൊറിയുന്ന ചൊറിയട്ടാ ഇത് മനുഷ്യൻ. കീറിയട്ടാ ചിദംബരം നമ്മുടെ കൊച്ചിനെ ഫോട്ടോ എടുത്ത ഞാൻ നാളെ അടിച്ചിട്ടില്ല. അത് മാമൻ എന്തൊക്കെ എന്തോ പറഞ്ഞു? എടുത്തിയാട്ടം ശരിയല്ലെന്ന്. എടുത്തിയാട്ടം ശരിയല്ല. ഒരു ചാട്ടത്തിന് ചാടി 100 ചാട്ടത്തിന് കയറാൻ പറ്റുമോ? അതില്ല. അപ്പൊ മാമനല്ലേ ചിന്തിച്ച് ചെയ്യേണ്ട ആൾ മാമനല്ലേ? അത് ശരിയാ. സമാധാനത്തിൽ പറഞ്ഞെല്ലാം തീർക്കേണ്ട മാമനല്ലേ? അപ്പൊ എന്നെ കൂടെ മാമൻ ഇങ്ങനെ ചൂട് കയറ്റിയാലോ? ബിപിയുടെ ഗുളി അടിച്ചു രാവിലെ കണ്ടോ? അതിന്റെ കൂടെ ആ മാട്ടർ അമ്മൂടെ കയറ്റി മാമന്റെ പറഞ്ഞു. ഞാൻ ഇല്ലാതെ മാമൻ അടിക്കാൻ പറഞ്ഞു. ഇല്ല അതെ ചോര. അല്ല ഞാൻ എടുത്ത് ചാടുകൂടെ, ഞാൻ അതൊക്കെ എടുത്ത് ചാടിച്ചാണ്. നീ അവിടെ പറയാ, നീ എടുത്ത് ചാടാ. മാമ സത്യം പറഞ്ഞ എന്റെ ചോര തിളക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചേച്ചി തേയിലയും പഞ്ചറായിട്ടോ ചോരച്ചായ കുട്ടി അവിടെ ക്ലിയർ ചെയ്യാം. സമാധാനം ക്ലിയർ ചെയ്യാം. അതിനല്ലെന്ന് വാ, നല്ലെന്ന് വരാനി ഇങ്ങോട്ട് വന്നു. അബദ്ധം പറ്റിയാടാ വാടാ. എന്തെന്നറിയാമോ, എടുത്ത് ചാട്ടം. എന്റെ ഭാര്യ വസുമതി എപ്പോഴും പറയും എടുത്ത് ചാട്ടം. ഞാൻ കിണറിന്റെ പക്കൽ നിൽക്കാൻ അവള് സമ്മതിക്കത്തില്ല. എടുത്ത് ചാടും, അങ്ങനെ സ്വഭാവം എൻ്റെ. അപ്പൊ ഞാൻ പ്രായം എടുത്ത് ചാട്ടത്തിൽ സംഭവിച്ചു പോയ കൊച്ചെ, പ്രായമായ ആൾക്കാരല്ലയോ, നിന്റെ അച്ഛന്റെ പ്രായമല്ലയോ, ക്ഷമിക്കേ. അല്ല അതിന്റെ എന്ത് സംഭവിച്ചാ, ഇപ്പൊ നിന്റെ വീട്ടിൽ ഇതുപോലെ ചടങ്ങ് നടക്കുന്നു. നിന്റെ വീട്ടിൽ വന്ന് ഞാനിപ്പം എന്തായാലും ഈ പെണ്ണുങ്ങളെ നോക്കി ആവശ്യമില്ലാത്തോടെ നീ എന്ത് ചെയ്യും? ചെവിക്കലടിച്ച് പൊളിക്കും. മീശ പിരിക്കാൻ സമ്മതിക്കില്ല.